ഇതിപ്പം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടല്ല. ഒരു കുറച്ചൊക്കെ സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ. ബിസിനസ്സിൻ്റെതാണെങ്കിലും എന്താണ് ചെയ്യേണ്ടത്, അതായത് ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ ഒരു കപ്പാസിറ്റി എന്താണ്, അങ്ങനെ ടോട്ടലായിട്ട് കാര്യങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പം ബേസിക്കലി ഇവിടെ നിന്നുള്ള വിൽപ്പന ഉള്ളൂ. നമ്മൾ ഇവിടെ പൊടിക്കാൻ കൊണ്ടുവന്ന് പൊടിക്കുക, പിന്നെ കടയിൽ നിന്നുള്ള വിൽപ്പന, അത്രയും കാര്യങ്ങളുള്ളത്. വേറെ കടകളിൽ വെക്കുകയോ അല്ലെങ്കിൽ വേറെ ബൾക്കായിട്ടുള്ള ഓർഡർ എടുത്തിട്ട് അത് ഡെലിവറി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളിങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ട് പോകുന്നു. കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരും, കൂടുതൽ സ്റ്റോക്ക് എടുക്കണം. അപ്പോൾ സ്റ്റോക്ക് എടുക്കണമെങ്കിൽ അത്രയും ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ എടുക്കുന്ന സ്റ്റോക്ക് അത്ര സമയത്തിനുള്ളിൽ വിറ്റ് പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചു, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ആ സ്റ്റോക്ക് എത്ര വേഗത്തിൽ വിറ്റ് മാറുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ അത് നമുക്കൊരു ഡെഡ് മണി പോലെ ആവുമല്ലോ, നമ്മുടെ അത്രയും ക്യാഷ് അവിടെ ബ്ലോക്ക് ആവും. അല്ലെങ്കിൽ സ്റ്റോക്ക് നമുക്കൊരു ക്രെഡിറ്റ് പേയ്മെൻറ്റിൽ കിട്ടുന്ന സെറ്റപ്പൊക്കെ വേണം. ഇപ്പോൾ എനിക്ക് നിലവിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടുന്ന തരത്തിൽ എവിടെയെങ്കിലും വാങ്ങാനുള്ള ഓപ്ഷൻ ഒന്ന് ആലോചിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഹാഫ് പേയ്മെൻറ്റിൽ, നമ്മളിപ്പോൾ ഒരു 50 കിലോ സാധനം എടുത്താൽ അതിൽ 25 കിലോയുടെ പൈസ മാത്രം കൊടുക്കുന്ന സെറ്റപ്പിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും നല്ല ഓപ്ഷനാണ്. അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ കുറവാകുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻ കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മഴക്കാലമാണ്, അപ്പം അതുകൊണ്ട് പൊടിയും താരതമ്യേന പൊടിക്കാൻ വരുന്ന ആൾക്കാരുടെ പൊടി കുറവാണ്. പിന്നെ ഒരു വെല്ലുവിളി റോസ്റ്ററിൻ്റെ കാര്യമാണ്. നമ്മൾ ഈ വറുത്ത് പൊടിക്കുന്ന മെഷീനുള്ളൂ. അപ്പോൾ റോസ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാണിജ്യ സിലിണ്ടറാണ്. അപ്പോൾ വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ കണ്ടമാനം വില കൂടിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിക്കുമ്പോൾ 3065 രൂപയൊക്കെയാണ്. നേരത്തെ 1755, 1600 ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 2000 താഴെ മാത്രം ഉണ്ടായിരുന്ന ഗ്യാസിന് ഇപ്പോൾ അത്രയും വില ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് കുറ്റി കിട്ടാനുമില്ല. കിട്ടണമെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ലൈസൻസും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് അപ്ലൈ ചെയ്യണം. എന്നിട്ട് അവർ ആ ആപ്ലിക്കേഷനെ അവർ പരിഗണിച്ചിട്ട് പിന്നീട് അവർ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം അത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓക്കെ വരുമെന്ന് വിചാരിക്കുന്നു.